മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 2 ദിനവൃത്താന്തം 16, 7, 8 വാക്യം. 2 Chronicle chapter 16 verses 7 and 8. ആ സമയത്ത് ഹനാനി ദീർഘദർശി യൂദാ രാജാവായ ആസായുടെ അടുത്ത് എന്ന് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കാതെ സിറിയ രാജാവിനെ അഭയം തേടിയതിനാൽ സിറിയ രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അസംഖ്യം രഥങ്ങളും കുതിരപ്പടയാളികളും അടങ്ങിയ ഒരു വലിയ സൈന്യമല്ലേ എത്യോപ്യർക്കും ലിബിയർക്കും ഉണ്ടായിരുന്നത്. എന്നിട്ട് നീ കർത്താവിൽ ആശ്രയിച്ചതിനാൽ അവിടുന്ന് അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. ആപത്ത് കാലത്ത് ആശ്രയമില്ലാതിരുന്നപ്പോൾ നാം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. പ്രശ്നങ്ങൾക്ക് പോംവഴി ഉണ്ടായി, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ആത്മധൈര്യവും സന്തോഷവും ലഭിച്ചു. പക്ഷെ ഇപ്പോൾ പ്രാർത്ഥനയും ദൈവാശ്രയവും കുറയുന്നു. ഇനി ഭയപ്പെടാനില്ല, ദൈവിക സഹായവും ആവശ്യമില്ല എന്ന് ചിന്തിച്ചു തുടങ്ങുന്നു. ധനവും സ്ഥാനമാനങ്ങളും ലഭിച്ചു കഴിഞ്ഞു. ഇനി ദൈവാശ്രയം കൂടാതെ തന്നെ ജീവിക്കാമെന്നാണ് ചിന്ത. പക്ഷെ ഇത് അബദ്ധ ചിന്താഗതിയാണ്. ഈ പരീക്ഷയിൽ നാം വീഴരുത്. ആദ്യം ദൈവത്തെ ആശ്രയിച്ച് വിജയം നേടിയ ആസാ രാജാവ് പിന്നീട് മനുഷ്യ സഹായത്തിൽ ആശ്രയിച്ചതിനാൽ ദൈവത്തിന് സഹായിക്കുകയില്ല എന്ന് പ്രവാചകൻ പറയുകയാണ്. യഹൂദയിലെ 3ാമത്തെ രാജാവായ ആസ ആരംഭകാലത്ത് ദൈവാശ്രയത്തിൽ ജീവിച്ചു. അക്കാലത്ത് എത്യോപ്യൻ സൈന്യം യുദ്ധത്തിനായി വന്നു. മനുഷ്യ സഹായം തേടാതെ ദൈവത്തിൽ ആശ്രയിച്ച് ആസ യുദ്ധം ചെയ്ത് ജയിച്ചു. പിന്നീട് മറ്റൊരു യുദ്ധമുണ്ടായപ്പോൾ ആസ അരാമ്യരുടെ സഹായം ആവശ്യപ്പെട്ടു. ഇത്തവണ ആസയുടെ വഴി തെറ്റിപ്പോയി എന്ന് പ്രവാചകൻ പറയുന്നു. ദൈവ നടത്തിപ്പ് അനുഭവിച്ചവർ, പ്രാർത്ഥന കൊണ്ട് കാര്യം നേടിയവർ ദൈവാശ്രയം ഉപേക്ഷിച്ചാൽ അവരുടെ ജീവിതം പരാജയമായിരിക്കും. ഈശോയിൽ വാക്കുകൾ വിശ്വസിച്ച് പത്രോസ് ജലപ്പരപ്പിൽ നടന്നു. സംശയിച്ച് ചുറ്റുപാടുകളിൽ നോക്കിയപ്പോൾ മുങ്ങിപ്പോകുവാൻ തുടങ്ങി. നമുക്കറിയാം, നമ്മിൽ പലരും ദൈവത്തോട് ചോദിച്ച് പല കാര്യങ്ങൾ നേടിയവരാണ്. ഇനി സ്വന്തം ബുദ്ധിയും കഴിവും കൊണ്ട് കാര്യങ്ങൾ സാധിച്ചാൽ മതി എന്ന് ചിന്തിക്കരുത്. താഴ്ചയിൽ നിന്ന് നമ്മെ ഉയർത്തിയവനായ ദൈവം ഉയർച്ചയിൽ നിലനിർത്താനും ആവശ്യമാണ്. ദൈവമാണ് അനുഗ്രഹങ്ങൾ തന്നതെങ്കിൽ നഷ്ടപ്പെടാതിരിക്കുവാനും ദൈവസഹായം ആവശ്യമാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.